രാജ്യത്തെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ഉയർത്തിയ ആരോപണം കോൺഗ്രസിന് പുത്തൻ ഉണർവാണ് നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി 1.25 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം പൂർത്തീകരിച്ച ഈ നിമിഷം വരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് കാര്യക്ഷമമായ, കൃത്യമായ, വ്യക്തമായ ഉത്തരം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ സംഘപരിവാർ സംഘടനകൾക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ സാധിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ ഘടകം. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കർണാടകയിലെയും തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നടത്തിയ ക്രമക്കേടിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതെങ്കിലും ഒഡീഷയിലും ഛത്തീസ്ഗഡിലും എന്തിന് കേരളത്തിലടക്കം വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. രാജ്യവ്യാപകമായി കോൺഗ്രസ് കമ്മിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക പഠിക്കുന്ന തിരക്കിലാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ ക്യാമ്പയിനുകൾ രാജ്യത്താകമാനം നടക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ നരേന്ദ്രമോദി സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ, പ്രതിഷേധ പ്രകടനങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് എംപിമാരുടെ നേതൃത്വത്തിൽ നടത്തിയത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസിന്റെ സ്റ്റാർ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിൽ വലിയ പ്രതിഷേധം PCCയുടെയും DCCകളുടെയും നേതൃത്വത്തിൽ നടക്കുകയാണ്. ഒരു അണുവിട വിട്ടുവീഴ്ചയില്ലാതെ നരേന്ദ്രമോദി സർക്കാരിന്റെ വോട്ടർ പട്ടിക ക്രമക്കേടും തുറന്നു കാണിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, ലഡാക്ക് മുതൽ ലക്ഷദ്വീപ് വരെ, നാഗപ്പൂർ മുതൽ നാഗാലാൻഡ് വരെ, ആസാം മുതൽ ആന്തമാൻ വരെ ഈ വോട്ടർ പട്ടിക ക്രമക്കേട് വലിയ ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ അധികാരം പിടിക്കാൻ അരയും തലയും മുറുക്കിയുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ്. ആ പോരാട്ടത്തിനകത്ത് വോട്ടർ പട്ടിക ക്രമക്കേടിനെ കുറിച്ച് കൃത്യമായി വോട്ടർ പട്ടിക പഠിച്ച ഇരട്ട വോട്ടുകളും വ്യാജ വോട്ടുകളും കണ്ടെത്തി അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ കോൺഗ്രസും RJD അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ബീഹാറിൽ മാത്രമല്ല, അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആസാം, പുതുച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലും വോട്ടർ പട്ടിക കൃത്യമായി പഠിക്കാനും അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ച് പഠിക്കുന്നതിനോടൊപ്പം കേന്ദ്ര സർക്കാരിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ശക്തമായ പ്രതിഷേധം തെരുവീതികളിൽ അലയടിപ്പിക്കാനുമാണ് കോൺഗ്രസിന്റെ തീരുമാനം. മറ്റൊരു ഭാഗത്ത് നിയമ പോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ടു പോകും. ഈ വിഷയത്തിൽ ഒരടി പോലും പുറകോട്ട് പോകേണ്ടതില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും തീരുമാനം. എന്തായാലും തെരുവുകൾ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രധാന നേതാക്കന്മാരെല്ലാം സമരങ്ങൾക്ക് നേതൃത്വം നൽകും. കർണാടകയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും DK ശിവകുമാറുമായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയത്. കേരളത്തിൽ PCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെയും PC വിഷ്ണുനാഥിന്റെയും ഷാഫി പറമ്പിലിന്റെയും എല്ലാം നേതൃത്വത്തിലാണ് സമരങ്ങൾ നടക്കുന്നത്. തൊട്ടടുത്ത തെലങ്കാനയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായ തെലങ്കാനയിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ സമരം ഏകോപിപ്പിക്കുകയാണ്. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള കോൺഗ്രസിന്റെ തലമുതിർന്ന സമുന്നതരായ നേതാക്കന്മാർ സമരമേറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു ഭാഗത്ത് കോൺഗ്രസ് തനിച്ച് സമരം ചെയ്യുമ്പോൾ ഇന്ത്യ സഖ്യം കൂട്ടമായും സമരം ചെയ്യുകയാണ്. മുഴുവൻ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരായ ശക്തമായ ജനവികാരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അരയും തലയും മുറുക്കിയുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ്. ഈ പോരാട്ടം വിജയം കണ്ടു മാത്രമേ അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. രാഹുൽ ഗാന്ധിയുടെ ഈ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് വലിയ പിന്തുണയാണ് യുവാക്കൾക്കിടയിൽ നിന്നും യുവജനങ്ങൾക്കിടയിൽ നിന്നും ലഭിക്കുന്നത്. കോൺഗ്രസിന്റെ ട്വിറ്റർ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ BJPയെ മറികടക്കാൻ കോൺഗ്രസിന് സാധിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് രാജ്യത്തെ ജനങ്ങൾ കാതോർത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറുപടി പറയാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടി നൽകാത്തിടത്തോളം കാലം രാഹുലാണ് ശരിയെന്ന്, കോൺഗ്രസ് ആണ് ശരിയെന്ന് രാജ്യം കരുതും.